ശ്രീ അതുൽ പിള്ള, ഔദ്യോഗികമായി എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുക താങ്കൾക്ക്? രക്ഷാ ദൗത്യത്തിന് നാവികസേനയും കോസ്റ്റ് ഗാർഡും ആ സ്ഥലത്തെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇൻഫോർമേഷൻ രാവിലെ മാരിടൈം ഓപ്പറേഷൻ സെന്റർ കൊച്ചിയിൽ അറൌണ്ട് 10:30 കിട്ടിക്കഴിഞ്ഞിട്ട് ഇത് ഇൻഫോർമേഷൻ തന്ന മുംബൈന്നായിരുന്നു, MOC മുംബൈന്ന്. ഈ മർച്ചന്റ് ഷിപ്പിന്റെ പേര് മർച്ചന്റ് വെസൽ വാൻ ഹൈ 503. ഇതൊരു സിംഗപ്പൂർ ഫ്ലാഗ് മർച്ചന്റ് വെസല്. സോ ആസ് ഓഫ് നൗ എയർ സോർട്ടി കോസ്റ്റ് ഗാർഡിന്റെ 2 ഡോണിയേഴ്സും ഇന്ത്യൻ നേവിയുടെ ഒരു ഡോണിയർ എയർക്രാഫ്റ്റ്സ് അവിടെ സോർട്ടി ചെയ്തു. ഇത് വരുന്നത് ബേപ്പൂരിൽ നിന്ന് ഒരു 78 നോട്ടിക്കൽ മൈൽസില് ഈ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുള്ള. അതിന് നേവിയുടെ ഒരു INS സൂറത്ത് എന്ന് പറഞ്ഞ ഷിപ്പ് ഓൾറെഡി ഓൺ ദി വേ ആയിരുന്നു കൊച്ചിയിലോട്ട്. അതിപ്പോൾ ഏരിയയിലോട്ട് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. പ്ലസ് നേവിയുടെ ഒരു ഷിപ്പും ഒരു ഹെലികോപ്റ്റേഴ്സും ഇപ്പം കാസ്റ്റ് ഓഫ് ചെയ്യുക. അതല്ലാതെ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്സും ഏരിയയിലുണ്ട്. കുറച്ച് 1-2 ഷിപ്പ് ഇപ്പം ഇവിടുന്ന് കാസ്റ്റ് ഓഫും ചെയ്തു പോകും ആ ഏരിയയിലോട്ട്. സർ, അവിടേക്ക് പോയ INS നാവികസേനയുടെ ഷിപ്പിന്റെ പേര് ഒന്നുകൂടി പറയുമോ? സൂറത്ത്, INS സൂറത്ത് ഏരിയയിലോട്ട് ഡിപ്പാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിൽ എത്ര ആളുണ്ടായിരുന്നു, എത്ര നാവികരുണ്ടായിരുന്നു? അത്തരം വിവരങ്ങളൊന്നും, അവരെ പറ്റിയുള്ള വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ലഭ്യമല്ലായിരിക്കും അല്ലേ? ഇല്ല, 22 ക്രൂ ഉണ്ടായിരുന്നു. അത് കുറച്ച് പേര് അബാൻഡൻ ചെയ്തിട്ട് അവർ ലൈഫ് റാഫ്റ്റിൽ കയറിയിട്ടുണ്ട്. മുംബൈയിലേക്ക് വരികയായിരുന്നു ഷിപ്പ് അല്ലേ? അതാ പ്രിലിമിനറി ഞാൻ അറിയാൻ കഴിയുന്നത്. യെസ്. അപ്പോൾ ഈ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടുന്ന അവിടെ എത്തിയിട്ടുണ്ട് ഷിപ്പും. അവിടെ വേറൊരു മർച്ചന്റ് വെസൽ, ഒരു മാർവൽ എന്ന് പറഞ്ഞൊരു ഷിപ്പ് അവരെ അസസ് ചെയ്യുന്നുണ്ട്, അവിടെ ആ ഏരിയയിലുണ്ട്. സോ ഇനി ലൈഫ് റാഫ്റ്റിൽ കുറച്ച് ക്രൂ ജമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ക്രൂവിനെ അവർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഓൾറെഡി ആ ഏരിയയിൽ എന്തോ ഓപ്പറേഷൻ നടക്കുന്നത് നമുക്ക് ആ ഷിപ്പ് ഒരു വട്ടം അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടത്തുള്ളൂ. യെസ്, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു കൺഫർമേഷൻ ഉള്ളതല്ലേ? അതെ. യെസ്, വളരെ നന്ദി സർ പ്രതികരിച്ചതിന്. ഏതായാലും പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളാണ് നാവികസേനയുടെ PRO ശ്രീ അതുൽ പിള്ള പങ്കുവച്ചത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സിംഗപ്പൂരിൽ നിന്നുള്ള ഒരു ഷിപ്പാണ്. അത് മുംബൈയിലേക്ക് വരികയായിരുന്നു. അതിന് തീ പിടിച്ചിട്ടുണ്ട്. അതിലെ നാവികരിൽ കുറേ പേർ രക്ഷപ്പെടാൻ കപ്പലിലെ തന്നെ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത് അതിന് സമീപത്തൊരു മാർവൽ എന്ന മറ്റൊരു കണ്ടെയ്നർ ഷിപ്പ്, ഒരു ചരക്ക് കപ്പലുണ്ട്. അതിലെ ജീവനക്കാർ അല്ലെ, അതിലെ നാവികർ ഇവരെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴെന്നതാണ് അവിടെ നിന്ന് നാവികസേനയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. നാവികസേനയുടെ INS സൂറത്ത് എന്ന ഒരു കപ്പൽ അത് കൊച്ചിയിലേക്കുള്ള യാത്രയിലായിരുന്നു. അത് ആ ഭാഗത്തേക്ക്, ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് അവിടെ എത്തും. നാവികസേനയുടെ 1-2 വെസൽ അവിടേക്ക് വീണ്ടും ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതും വൈകാതെ അവിടെ എത്തും. കോസ്റ്റ് ഗാർഡും അവിടേക്കുള്ള യാത്രയിലാണ്. അത് നിരീക്ഷണ വിമാനങ്ങൾ അവിടെ പറക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോടകം അതിനെപ്പറ്റിയുള്ള പൂർണ്ണമായ വിവരങ്ങൾ നാവികസേനയും കോസ്റ്റ് ഗാർഡും ശേഖരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് അടിയന്തരമായ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അതിലുള്ള കപ്പൽ ജീവനക്കാരെ, നാവികരെ സുരക്ഷിതരായി തീരത്തെത്തിക്കുക എന്നതാണ്. അതിൽ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത് അതിന് സമീപത്ത് മറ്റൊരു കപ്പലുണ്ട് എന്നുള്ളതാണ്. ആ കപ്പൽ അവരെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഈ അപകടത്തിൽപ്പെട്ടത് സിംഗപ്പൂരിൻ്റെ ഒരു കപ്പലാണ്. അവിടേക്ക് നാവികസേനയും കോസ്റ്റ് ഗാർഡും ഉടൻ എത്തും. അവിടേക്കുള്ള യാത്രയിലാണ് നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും രക്ഷാ ദൗത്യ സംഘം എന്നതാണ് ഔദ്യോഗികമായി ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം.